പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിക്ക് കണിച്ചുകുളങ്ങരയിൽ ആവേശോജ്വല സ്വീകരണം നൽകി രാഷ്ട്ര നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകമായ സ്ത്രീകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയാണ് UDF സർക്കാർ ചെയ്യുന്നതെന്ന് കോൺഗ്രസ് കണിച്ചുകുളങ്ങര മണ്ഡലം പ്രസിഡന്റ് ഇഗ്നേഷ്യസ് AP പറഞ്ഞു. UDF സർക്കാരിന്റെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി അർത്തുങ്കൽ ആലപ്പുഴ ഓർഡിനറി ബസിന് കണിച്ചുകുളങ്ങരയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം നടന്ന ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇഗ്നേഷ്യസ് AP സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിന്റെ നെടുന്തൂണായ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് വഴി അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. VD സതീശൻ നയിക്കുന്ന UDF ഗവൺമെന്റ് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്ന പ്രിയദർശിനി സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC ബസ് യാത്രയുടെ ഒന്നാം ഘട്ടം ഇന്ന് 9 മണി മുതൽ തുടങ്ങുകയാണ്. നമ്മൾ ഔദ്യോഗികമായിട്ട് ആ പരിപാടി കണിച്ചുകുളങ്ങര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ ബസ്സിന് ഇവിടെ സ്വീകരണം നൽകുകയാണ്. ഇതിൽ പങ്കാളികളായ എല്ലാവരും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. 5 പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനങ്ങളാണ് UDF ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട പല വാഗ്ദാനങ്ങളും നടപ്പാക്കുന്നു ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇന്ദിരാ ഗ്യാരണ്ടി സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര. ചടങ്ങിൽ വെച്ച് ബസ് ജീവനക്കാരായ ഡ്രൈവറെയും കണ്ടക്ടറെയും മധുരവും ഷാളും അണിയിച്ച് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ചന്ദ്രൻ മുണ്ടുപറമ്പലിന്റെ നേതൃത്വത്തിൽ KSRTC ബസിന് പൂമാല ചാർത്തിയാണ് യാത്രക്കാരെയും ജീവനക്കാരെയും വരവേറ്റത്. പദ്ധതിയുടെ സന്തോഷസൂചകമായി N ശൈലജ യാത്രക്കാർക്ക് മിഠായി വിതരണം ചെയ്തു. ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ അളപ്പൻതറ രവി, മോളി ആന്റണി, അപ്പുക്കുട്ടൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.